ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. ആ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി ഡാം സേഫ്റ്റി ആക്ടിനെ സെൻട്രൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി പറയാണ് ഡാം സേഫ്റ്റി ആക്ട് കൊണ്ടുവന്നെങ്കിലും അത് ഒന്നും നടപ്പിലാക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വിഷയം, എന്താണ് സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ എന്നുള്ളത്. ഇപ്പൊ ഡാം സേഫ്റ്റി ആക്ട് എന്ന് പറഞ്ഞാൽ 2021 സെൻട്രൽ ഗവൺമെന്റ് ഇനാക്ട് ചെയ്തതാണ്. ഡാം റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിനെ തടയുക, അവിടെ ഡാമുകളുടെ സേഫ്റ്റി ഓപ്പറേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതൊക്കെയാണ് ഡാം സേഫ്റ്റി ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു ഡാം സേഫ്റ്റി ആക്ട് പ്രകാരം ഒരു നാഷണൽ കമ്മിറ്റി ഡാം സേഫ്റ്റിക്ക് വേണ്ടി 60 ദിവസത്തിനുള്ളിൽ രൂപീകരിക്കണം എന്നൊക്കെയാണ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സുപ്രീം കോടതി ഈ ഒരു ആക്ടിനെ ഒബ്സർവ് ചെയ്യുകയും 3 ബെഞ്ച് ജഡ്ജാണ് 3 അംഗങ്ങളുള്ള ബെഞ്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ സൂര്യകാന്ത് അദ്ദേഹം യൂണിയൻ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറഞ്ഞു, അതായത് ഈ ഒരു നിയമം എന്ന് പറയുന്നത്, അതായത് ഡാം സേഫ്റ്റി ആക്ട് എന്ന് പറയുന്നത് വെറും പേപ്പറിൽ മാത്രം നിലനിൽക്കുന്ന ഒരു നിയമമാണെന്ന് പറഞ്ഞത്. പ്രത്യേകിച്ചും 129 വർഷം പഴക്കമുള്ള കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ഒരു ഹർജി കേൾക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടായെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ മാത്യു നെടുമ്പാറ എന്ന് പറയുന്ന പെറ്റീഷനാണ്. അദ്ദേഹം ഈ ഒരു ഡാം ഒരു ഭീഷണിയാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള അതിന്റെ ലെവൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്നും 120 അടിയിലേക്കായിട്ട് കുറക്കണം സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങളാൽ എന്നുമാണ് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ കോടതി ഈ ഒരു നിയമം വന്ന് 2021 നിയമം വന്നിട്ട് ഇതുവരെ വരെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ പോലും കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓരോ 3 വർഷത്തിലും അത് റിന്യൂ ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷെ ഇതുവരെ കമ്മിറ്റിയെ പോലും കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ മേലെ വലിയൊരു കൺസേൺ ആണ് റേസ് ചെയ്തിട്ടുള്ളതെന്ന് കൂടി എടുത്തു നോക്കാം. അപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് അവരാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം എടുക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവര് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആക്ട് പ്രകാരം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഡാം സേഫ്റ്റി ആക്ട് എന്ന് പറയുന്നത് ഡാമുകളുടെ സർവൈലൻസ്, നിരീക്ഷണം, അതിന്റെ ഇൻസ്പെക്ഷൻ, അതിന്റെ ഓപ്പറേഷൻ, അതിന്റെ മെയിൻ്റെനൻസ് തുടങ്ങിയുള്ളതെല്ലാം നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഡാമുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആക്ട് ആണെന്ന് ഓർത്തു വെക്കാം. 15 മീറ്ററിലധികം ഉയരമുള്ളതും അല്ലെങ്കിൽ 10-15 മീറ്ററിനും ഇടയിലുള്ള ഡാമുകൾക്കും ഒക്കെ ഇത് അപ്ലിക്കബിൾ ആണ് എന്നുകൂടി ഓർത്തുവെക്കേണ്ടതായിട്ട്. കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഒരു ഗവൺമെന്റ് ബോഡിയെ ക്രിയേറ്റ് ചെയ്യുകയും ഇത്തരം ബോഡി ഡാം സേഫ്റ്റി ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിന്റെ പ്രധാനപ്പെട്ടത്. ഇതിന് 2 രീതിയിൽ നാഷണൽ ലെവൽ ബോഡീസ് ഉണ്ട്. നാഷണൽ കമ്മിറ്റി ഓൺ ഡാം സേഫ്റ്റി ആണ്. ഇത് ഡാം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പോളിസികൾ ഉണ്ടാക്കുക, അതിനാവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ നൽകുക എന്നുള്ളതാണ് നാഷണൽ കമ്മിറ്റി ഓൺ ഡാം സേഫ്റ്റിയുടെ ഉദ്ദേശം. മറ്റൊന്നാണ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള പോളിസികൾ നാഷണൽ കമ്മിറ്റി ഓഫ് ഡാം സേഫ്റ്റി നൽകുന്ന പോളിസികളെ ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡാം സേഫ്റ്റി അതോറിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ് നൽകുക തുടങ്ങിയുള്ളതാണ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടേത്. ഇതേപോലെ സ്റ്റേറ്റ് ലെവലിലും 2 അതോറിറ്റീസ് ഉണ്ട്. SDSO ഉണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റി ഓൺ ഡാം സേഫ്റ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡാം സേഫ്റ്റി അതോറിറ്റിയും കൂടിയിട്ട്. ഇത് രണ്ടുമാണ് സ്റ്റേറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. ഇതിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഓൺ ഡാം സേഫ്റ്റി പ്രധാനമായിട്ടും ഡാമുകളെ സൂപ്പർവൈസ് ചെയ്യുക, അവിടുത്തെ റിഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ SDSOന്റെ വർക്കുകളെ മോണിറ്റർ ചെയ്യുക, ഡാം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഡാം ഓണർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഡാം ഓപ്പറേറ്റ് ചെയ്യുന്ന അതായത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ആവാറുണ്ട്. അപ്പോൾ ഇവിടെ സേഫ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ നടക്കണം, അതിന്റെ ഓപ്പറേഷൻ സേഫ് ആയിരിക്കണം, മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടക്കണം, ഡാം കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡാം സേഫ്റ്റി യൂണിറ്റുകൾ ഉണ്ടാക്കി അത് കൃത്യമായിട്ട് ഡാമുകൾ പരിശോധന നടത്തുന്നത് ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ചും മൺസൂൺ സീസണിന് മുൻപും അതിനുശേഷവും, അതുപോലെ തന്നെ എർത്ത് ഉണ്ടായെങ്കിൽ അതിനുശേഷം, അതുപോലെ ഫ്ലഡ് കലാമിറ്റി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ അതിന് മുമ്പും ശേഷവും ഒക്കെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ടാവണം. അപ്പോൾ ഡാം ഓണേഴ്സ് കൃത്യമായിട്ടുള്ള എമർജൻസി ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. ഇൻ കേസ് ഡാമിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അഡ്രസ് ചെയ്യും എന്നുള്ളത്, കൃത്യമായിട്ടുള്ള റിസ്ക് അസസ്മെന്റ്, ഡാം തകർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡാം മാൽഫങ്ഷൻ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ റിസ്കുകളാണ് എന്നുള്ളത് കൃത്യമായിട്ട് അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡാം സേഫ്റ്റി ഇവാലുവേഷൻ ഉണ്ടാക്കേണ്ടതായിട്ട് ഒരുപാട് എക്സ്പേർട്സിനെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇൻ കേസ് ഇത് പ്രകാരം
ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ആക്ട് പ്രകാരമുള്ളതിനെ റെഫ്യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ 1 വർഷം വരെ തടവിലിടാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്ത് വെക്കണം. അതായത് ഇൻ കേസ് ലോസ് ഓഫ് ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ 2 വർഷം വരെ തടവില് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പൊ ഡാം സേഫ്റ്റി ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് സംസ്ഥാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു കൺസേൺ ആണ് സുപ്രീം കോടതി പങ്കുവെച്ചിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കുക. അടുത്തൊരു എഡിറ്റോറിയല് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ സർക്കാർ തന്നെ അതിന്റെ കാലൊടിക്കുകയാണ്, ചിറകൊടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. കാരണം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ വീക്കൻ ചെയ്യുന്ന രീതിയിലുള്ള നടപടികളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. 1 മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.